തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ബി.ജെ.പി കൗൺസിലർമാർക്കെതിരായി കേസെടുത്ത സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢനീക്കം. ആരോപണ വിധേയനായ വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടർക്ക് അന്വേഷണ ചുമതല ഏൽപ്പിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് ബി.ജെ.പി കുറ്റപ്പെടുത്തി. കൃത്യനിർവഹണത്തിൽ നിഷ്പക്ഷത പാലിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാലും കേസുമായി സഹകരിക്കുമെന്നും ബി.ജെ.പി വ്യക്തമാക്കി. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട് 3 കൗൺസിലർമാർ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാണ് നോട്ടീസ്. നോട്ടീസിൽ അണ്ടർസൈൻ ചെയ്തിരിക്കുന്നത് വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടർ അഭിജിത്തും. കേസിലെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനായ അഭിജിത്ത് മൊഴി രേഖപ്പെടുത്തിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൗൺസിലർമാരായ സുമി ബാലു, യമുന ആർ.എസ്, ബീന ആർ.സി എന്നിവർക്ക് വട്ടിയൂർക്കാവ് എസ്.ഐ നോട്ടീസ് അയച്ചത്. അതിൽ അണ്ടർസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുവാനായിട്ട് നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള വട്ടിയൂർക്കാവ് എസ്.ഐ അഭിജിത്ത് ആണ് ആ നോട്ടീസിൽ അണ്ടർസൈൻ ചെയ്തിട്ടുള്ളത്. ഈ അഭിജിത്തിനെതിരെ കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും അടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതി കൊടുത്തിട്ടുള്ള അയാളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ വനിതകളെ, ഈ കൗൺസിലർമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി തെളിവെടുത്താൽ ആ തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ദിവസം ഹാജരാകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹാജരായി മൊഴി തരുന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയത്തിൻ്റെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തെത്തി നമുക്ക് മൊഴി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ രേഖാമൂലം ഈ കമ്മീഷണർ ഉൾപ്പെടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മലമുകളിലെ ബി.ജെ.പി പ്രവർത്തകന്റെ കേസുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയ കാടത്തത്തിനെതിരെയാണ് ബി.ജെ.പി വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കേസിൽ പോലീസ് ഏകപക്ഷീയമായ സമീപനമാണ് കാണിച്ചത്. വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒയുടെ നേതൃത്വത്തിൽ ഇടപ്പഴിഞ്ഞ് ക്ഷേത്രത്തിൽ ആക്രമിച്ചു കയറുകയും സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം തല്ലിത്തകർക്കുകയും ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം.